ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ സുപരിചിതമായ മുടിയനായ പുത്രൻ്റെ ഉപമ ആസ്പദമാക്കി അല്പസമയം ധ്യാനിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ ഉപമ ലോകപ്രസിദ്ധമാണ്, നമുക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ ഓരോ വിശദാംശവും നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ഭാഗം വായിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ നാം ഈ ധ്യാനം തുടരുമ്പോൾ യേശുവിൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നത് നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായ അർത്ഥം പകരും എന്ന് ഞാൻ ആദ്യമേ പ്രസ്താവിക്കട്ടെ. ഞാൻ ഈ ഉപമ വളരെയധികം നാളുകളായി, തവണ മാത്രമല്ല അധികം നാളുകളായി എൻ്റെ വ്യക്തിപരമായ സ്വകാര്യ ധ്യാനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഉപമയുടെ കുടക്കീഴിലിരുന്ന് അനേക നാളുകൾ ധ്യാനിച്ചിട്ടുണ്ട്. ഞാനൊരു യുവാവായിരുന്നപ്പോൾ തൊട്ട് ഈ ഉപമ എന്നെ നന്നേ ആകർഷിച്ചിട്ടുണ്ട്. ഇതിൽ സാധാരണ നാം മനസ്സിലാക്കുന്നതിനപ്പുറത്തായി വളരെ പ്രത്യേകതയുള്ള അറിവുകൾ, ഉൾക്കാഴ്ചകൾ യേശു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ബോധ്യം എന്നെ എക്കാലത്തും വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ അതെന്ത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്ന ചിന്തകൾ ഒരു ദീർഘകാല അന്വേഷണത്തിൻ്റെ ചരിത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം സാധാരണ കേൾക്കുന്ന വിവക്ഷയിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. What I'm going to share with you may differ substantially from what you have always heard by way of interpreting this very significant parable. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ ഇപ്പോഴും ഇതെങ്ങനെയാണ് വ്യക്തമായി അവതരിപ്പിച്ച് നിങ്ങളുടെ ബോധതലത്തിൽ ഇതിനെ സ്ഥാപിക്കേണ്ടത് എന്നത് അവ്യക്തമാണ്. ഞാനിത് പറയുന്നത് ഈ ധ്യാനത്തിൽ നാം എല്ലാവരും തുല്യമായ ചുമതലയോടെ സക്രിയമായി പങ്കെടുക്കണമെന്ന് സൂചിപ്പിക്കാനാണ്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. വചനത്തിൻ്റെ മർമ്മങ്ങളെ വിഭജിച്ചു തരുവാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കൃപ എനിക്ക് ലഭിക്കുമെന്നും ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ആ ആത്മധൈര്യം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സാഹസത്തിന് മുതിരുമായിരുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ ഈ ലോകത്തിൽ അർത്ഥവത്തായ എല്ലാ സംരംഭങ്ങളും മനുഷ്യനും ദൈവവുമായുള്ള പങ്കാളിത്വത്തിൽ മാത്രം സംഭവിക്കണമെന്ന് ദൈവം വിഭാവന ചെയ്തതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം എപ്രകാരം സഹായിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണവും ഇതിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഉപമയെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ അന്വേഷണ അനുഭവം, എ പിൽഗ്രിമേജ് ഓഫ് സീക്കിംഗ് ആരംഭിക്കാം. ഇവിടെ
ഒരു അപ്പന് 2 മക്കളുണ്ട്. അതിൽ മൂത്ത സഹോദരൻ അവനെപ്പറ്റി വളരെയധികം പ്രതിപാദിക്കുന്നില്ല. ഈ ഉപമയുടെ അവസാനമാണ് അവൻ നമുക്ക് ദൃശ്യമായിത്തീരുന്നത്. അവൻ വലിയ ഇടംകേടൊന്നുമില്ലാതെ ദിനചര്യ അനുസരിച്ച് താരിപ്പ് പോലെ അവൻ്റെ കർത്തവ്യങ്ങൾ, ജോലി, കടമകൾ നിർവഹിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവനിൽ നിന്നും വ്യത്യസ്തമായി ഇളയ മകൻ തൻ്റെ ഓഹരി അപ്പനോട് ചോദിച്ചു വാങ്ങുകയും അത് വിറ്റ് ധനമാക്കി അതിൻ്റെ പിൻബലത്തിൽ അവൻ അപ്പനെയും ഭവനത്തെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുന്നതും അതിനുശേഷം സംഭവിക്കുന്ന ദാരുണമായ സ്ഥിതിവിശേഷങ്ങളുമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടവനായി ഒടുവിൽ അവന് ബോധം വന്നു. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്, അവന് ബോധം വന്നു. അതിൻ്റെ വ്യാപ്തി തന്നെ ഒരു ദിവസം ചിന്തിക്കാനുള്ള വക നമുക്ക് നൽകുന്നതാണ്. ബോധം വരണം. നമുക്ക് ബോധമുണ്ട് എന്ന് നാം ചിന്തിക്കുന്നതാണ്. നമ്മുടെ ബോധത്തിൻ്റെ ലെവൽ, അളവ് വളരെ വളരെ കുറവാണ്. വാസ്തവത്തിൽ നമുക്ക് ബോധമില്ല, അല്ലെങ്കിൽ നന്നേ കുറവാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ മറ്റൊരു സൂചനയാണ് ക്രൂശിൽ നിന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അവരറിയാതെ പോയത്? അവർക്ക് ബോധമില്ലാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന്, പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ ബോധശൂന്യത ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ ആത്മീയ ഗോളത്തിൽ അതിന് പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം വേണ്ടതുപോലെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ വേണ്ടതുപോലെ അലട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അവന് ബോധം വന്നു എന്ന് പറഞ്ഞാൽ അതുവരെ അവന് ബോധമുണ്ടായിരുന്നില്ല. ഇത്രയും വ്യക്തമാണ്. അപ്പോൾ ബോധം വരുമ്പോൾ അത് സംഭവിക്കുന്നു, താൻ എന്തു ചെയ്തു എന്നതിനെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ അവന് കഴിയുന്നു. അവൻ സ്വർഗത്തോടും അവൻ്റെ പിതാവിനോടും പാപം ചെയ്തു എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ്റെ ഓഹരി വാങ്ങിച്ച് ഭവനത്തെയും അപ്പനെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയപ്പോൾ അവൻ ആരോടെങ്കിലും അരുതാത്തത് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് അവന് ബോധമില്ലായിരുന്നു. അവൻ്റെ അവകാശത്തെ കാലമാകുന്നതിന് മുൻപ്, പാകമാകുന്നതിന് മുൻപ് പ്രാപിച്ചു. എനിക്കുള്ളത് എനിക്ക്, അത് ഞാനെൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും, അതിന് മറ്റാർക്കും എന്താണ് തലവേദന ഉണ്ടാകേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചിന്ത ഇത് അപരിചിതമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അന്ന് അവൻ അപ്രകാരം ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്തപ്പോൾ അവന് വേണ്ട വിധത്തിലുള്ള ബോധമില്ലായിരുന്നു. എന്നാൽ അന്നവൻ വിചാരിച്ചത് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ ചുമ്മാ ജോലി ചെയ്ത് നിൽക്കുന്നു, അവന് വലിയ ബോധമൊന്നുമില്ല. എനിക്കാണ് ബോധമുള്ളത്, എനിക്കങ്ങ് ദൂരദേശത്തെ പറ്റി ബോധമുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് അവൻ്റെ ഓഹരി വാങ്ങിച്ച് വിറ്റ് കാശാക്കി ബാഗിലൊക്കെ ഇട്ട് എല്ലാം പെറുക്കി കെട്ടി ദൂരദേശത്തേക്ക് പോയത്. അപ്പോൾ അവിടെ പറയുന്നത് അവന് ബോധം വന്നിട്ട് അവൻ പറയുന്നു, ഞാൻ സ്വർഗത്തോടും എൻ്റെ പിതാവിനോടും പാപം ചെയ്തു. എന്നാൽ ആ ബോധം വരുമ്പോൾ, ഇവിടെയാണ് ഞാൻ പണ്ടൊരിക്കലും മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വളരെ വ്യക്തമായി പതിക്കുന്നത്. ആ ബോധം വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി അവൻ അനുഭവിക്കുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റി പ്രശ്നമാണ്. When he comes to his senses, the foremost problem in his perception is his identity. ഞാൻ ആരാണ്? അപ്പോൾ അവൻ പറയുന്നു, ഞാൻ എൻ്റെ ഓഹരി വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി പോന്നവനാണ്. അങ്ങനെ ഓഹരി വാങ്ങിച്ച് പിതാവിനെ മറുതലിച്ച് ഇറങ്ങിപ്പോയപ്പോൾ മകൻ എന്ന എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ മരിച്ചുപോയി.
എൻ്റെ സൺഷിപ്പ്, മകൻത്വം, അങ്ങനെ ഒരു മലയാള വാക്കില്ല, ഞാൻ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുകയാണ്. മകനായിരിക്കുന്ന അവസ്ഥ. ഇംഗ്ലീഷിൽ അതിന് വാക്കുണ്ട് സൺഷിപ്പ്, അതായത് പുത്രത്വം ഉണ്ട് വാക്കുണ്ട്. പുത്രത്വം എന്ന് പറയുന്ന ആ പദവിയിൽ ഞാൻ മരിച്ചുപോയി. ഒരവകാശി എന്ന പദവിയിൽ ഞാൻ നിഗളിച്ചപ്പോൾ, അതിൻ്റെ നിഗളിപ്പിൽ ഞാൻ ഇപ്രകാരം ഒരു ചൂട് വച്ചപ്പോൾ, പുത്രത്വം എന്ന ആ ഒരു അസ്തിത്വത്തിൽ, ഐഡൻറ്റിറ്റിയിൽ ഞാൻ മരിച്ചുപോയി. ഞാനെൻ്റെ അവകാശം ചോദിച്ചു വാങ്ങിച്ചപ്പോൾ ഞാൻ എൻ്റെ പുത്രത്വത്തെ കൊല്ലുകയായിരുന്നു. ഐ മേർഡേർഡ് മൈ സൺഷിപ്പ്. ഇത് വളരെ വ്യക്തമായി നാം ധരിക്കേണ്ടതാണ്. ഐ മേർഡേർഡ് മൈ സൺഷിപ്പ്. നാം പലപ്പോഴും നമ്മുടെ അവകാശങ്ങളെപ്പറ്റി വീറോടെ വാദിക്കുന്നവരാണ്. നമുക്ക് പലവിധമായ അവകാശങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ യുവതി യുവാക്കന്മാർക്ക്, ആധുനിക യുഗത്തിൻ്റെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ട യുവതി യുവാക്കന്മാർക്ക്, അവർ നോക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും, അവർ നോക്കുന്നിടത്തെല്ലാം അവരുടെ അവകാശങ്ങളാണ്. ദ ലൈഫ് ഓഫ് എ യങ് പേഴ്സൺ ഈസ് ഫുൾ ഓഫ് റൈറ്റ്സ് ബട്ട് നോ റെസ്പോൺസിബിലിറ്റീസ്. അത് സർവ്വലൗകികമായ ഒരു അവസ്ഥയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ രോഗമല്ല, പണ്ട് കാലത്തെ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ആ പ്രശ്നത്തിന് മൂർച്ച കൂടി എന്നതല്ലാതെ അത് പുതിയൊരു പ്രശ്നമല്ല, വളരെ പഴക്കമുള്ള പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുന്തോറും നമ്മുടെ അവകാശബോധം വർദ്ധിക്കുകയും ചുമതല ബോധം മങ്ങിപ്പോവുകയും ചെയ്യും. ഇത് വലിയ പ്രശ്നമുള്ള, വലിയ അപകടമുള്ള ഒരു പ്രശ്നമാണ്. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നാം കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയമാണ്. പ്രത്യേകിച്ച് പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാത്മീയമായ പരിജ്ഞാനമാണ് യേശു ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വ്യക്തമായി നാം ധരിക്കണം. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ, കൊച്ചുമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പെരുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ അവകാശബോധം വളർന്നുകൊണ്ടേയിരിക്കും. ആകാശം പോലെ, ഈ ബ്രഹ്മാണ്ടം പോലെ അത് വലുതായി പോകും. അങ്ങനെ അവകാശബോധം അതിരിട്ട് വികസിക്കുമ്പോൾ ചുമതല ബോധം അതിനനുസരിച്ച് ആനുപാതികമായി ശോഷിച്ചുകൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ അവകാശമുണ്ട്, ചുമതലയില്ല. ഇതൊരു വളരെ അപകടമേറിയ അവസ്ഥയാണ്. ഈ കാലത്ത് കേരളത്തിൽ ലഹരി മരുന്നിനെതിരെ വളരെ സംഘടിതമായ പ്രചരണമൊക്കെ നടത്തുന്നു. പക്ഷെ ഇതിൽ നിന്നും പ്രതിപാദിക്കപ്പെടാത്തൊരു വിഷയം ഞാൻ പറയാം. ഈ അഡിക്റ്റീവ് പേഴ്സണാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് മനഃശാസ്ത്രത്തിലുണ്ട്. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഇൻ സൈക്കോളജി കോൾഡ് അഡിക്റ്റീവ് പേഴ്സണാലിറ്റി. അതെന്താണ്? ചില വ്യക്തികൾ ഈ ലഹരി മരുന്നിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പെട്ടെന്ന് അടിമയായി പോകുവാൻ സാധ്യതയുള്ളവരാണ്. അവരെങ്ങനെയുള്ളവരാണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെയുള്ളവരാണ്? ചുമതല ബോധം അല്പം പോലും വികസിക്കാത്ത ആളുകൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ടെന്ന് വീണ് അതിൻ്റെ അടിമകളായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട പ്രത്യേകമായ ശുശ്രൂഷ, അവരുടെ ചുമതല ബോധം വളർത്തിയെടുക്കുക, വികസിപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവർക്ക് യാതൊരു ചുമതലയും ആവശ്യമില്ല. എല്ലാം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ത്യാഗപൂർണ്ണമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് അപകടത്തെ വരുത്തി വെക്കുകയാണെന്നുള്ള ഒരു പരിജ്ഞാനം നമുക്കില്ലാതെ പോകുന്നു. ഇങ്ങനെയുള്ള വേദപുസ്തകപരമായ അറിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേണ്ടതുപോലെ പ്രാപിപ്പാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ പ്രാപിച്ചത് ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ കൂട്ടാക്കാതെ ഒഴിച്ചുകൂടാകുന്ന അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കുകയും അതിൻ്റെ ഫലമായ ജീവിതം മുഴുവൻ കണ്ണീരിൽ കുതിർന്നു പോകുവാൻ ഇടയായി പോകുന്ന ഈ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. അപ്പോൾ ഈ യുവാവിൻ്റെ പ്രശ്നം ഇതായിരുന്നു.
അവന് വലിയ വലിയ അവകാശബോധം, പക്ഷേ അവന് ചുമതല ബോധം അല്പം പോലുമില്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? അവൻ്റെ അസ്തിത്വത്തിന് തന്നെ ദ്രവത്വം സംഭവിച്ചു. ഹിസ് ഐഡൻറ്റിറ്റി സഫേർഡ് ഫേറ്റൽ ഡാമേജ് ആൻഡ് ഡൈഡ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അതവന് നന്നായി ബോധ്യപ്പെട്ടു. അതോടൊപ്പം എന്ത് പറയുന്നു? ഇനിയും എൻ്റെ അപ്പൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. മനസ്സിലാക്കണം, ഇനിയും എൻ്റെ അപ്പൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. പിന്നെയോ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാവുന്നത്, എൻ്റെ പ്രതീക്ഷയുടെ അവസാനത്തെ നില എന്താണ്? എൻ്റെ അപ്പൻ്റെ വീട്ടിലെ ഒരു വേലക്കാരനായി എനിക്ക് കഴിഞ്ഞാൽ മതി. അത് പുതിയ ഐഡൻറ്റിറ്റിയാണ്. അത് ഒരു ഐഡൻറ്റിറ്റി കളഞ്ഞു കുളിച്ച് അവൻ്റെ മനസ്സിൽ പിന്നെ തോന്നാവുന്ന ഒരേ ഒരു സാധ്യത, ഒരു വേലക്കാരനായി തീരണം. ഇത് ആത്മീയമായി വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു തിരിച്ചറിവാണ്. ഇതിനെപ്പറ്റി വേണ്ടതുപോലെ ഉള്ള ഒരു വിശദീകരണം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തത്തക്കവണ്ണം വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നാം മറുതലിപ്പിൻ്റെ ആത്മാവിൽ കൂടെ ഇങ്ങനെ അവകാശവാദങ്ങൾ ഊതിവീർപ്പിച്ച് ബന്ധങ്ങളെ മുറിവേൽപ്പിച്ച് മറുതലിച്ച് തോന്നിവാസം ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം താല്പര്യമനുസരിച്ച് മാത്രം ജീവിക്കാൻ മുൻപോട്ട് പോകുമ്പോൾ നാം അറിയാതെ നാം നമ്മോട് ചെയ്യുന്നൊരു വലിയ ദ്രോഹമുണ്ട്. ആ ദ്രോഹം എന്താണ്? ഈ പുത്രന് പറ്റിയതുപോലെ, അവൻ മനസ്സിലാക്കിയതുപോലെ നമ്മളിൽ പലരും മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രം, അവൻ മനസ്സിലാക്കിയതുപോലെ അവൻ്റെ ഐഡൻറ്റിറ്റി, അതായത് അവൻ്റെ പുത്രത്വം എന്ന ഐഡൻറ്റിറ്റി, ഞാൻ പുത്രനാണ് എന്ന ഐഡൻറ്റിറ്റി, അവൻ തന്നെ കൊല്ലുകയും ഹി മർഡേർഡ് ഹിസ് ഐഡൻറ്റിറ്റി ആസ് ദ സൺ ഓഫ് ദ ഫാദർ. അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്. അതിനുശേഷം അവൻ പറയുന്നത്, എനിക്ക് ഒരു വേലക്കാരനെ പോലെ അംഗീകാരം കിട്ടിയാൽ മതി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ വിലയിടിക്കുന്ന തീരുമാനങ്ങൾ വളരെ അഭിമാനത്തോടു കൂടെ തന്നെ സ്വീകരിക്കും. We destroy our own words and take pride in it. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ മാറുപിരിച്ച് നടന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആത്മധൈര്യത്തോടും എന്താണ് പറയുന്നത്, ഞാൻ എല്ലാറ്റിനും പോരുന്നവനാണ് എന്ന ഒരു ബോധ്യത്തോടും ചില നിലപാടുകളെടുക്കുമ്പോൾ, തീരുമാനങ്ങളെടുക്കുമ്പോൾ, എടുത്തു ചാട്ടുമ്പോൾ നാം നമ്മുടെ തന്നെ അസ്തിത്വത്തിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുകയാണ്. വി ആർ പുട്ടിങ് നൈഫ് ടു ദ ത്രോട്ട് ഓഫ് അവർ ഐഡൻറ്റിറ്റി. അത് പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ മകൻ അവൻ്റെ അപ്പനെതിരെ ഇവിടെ പാപം ചെയ്തു എന്ന് പറയുന്നു. ആ പാപം എന്ന വാക്ക് നമ്മൾ നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ ക്രൈമാണ്. ഇപ്പോൾ മതത്തിൽ പാപം എന്ന് പറയുമ്പോൾ മതേതര സാഹചര്യത്തിൽ അതിന് കുറ്റം, ക്രൈം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പന് എതിരെ ഹി കമ്മിറ്റഡ് എ ക്രൈം എഗൻസ്റ്റ് ഹിസ് ഓൺ ഫാദർ. അത് അങ്ങനെ അപ്പനെതിരെ ക്രൈം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പൻ്റെ തന്നെ അധ്വാനത്തിൻ്റെ ഫലമായി അപ്പൻ സമ്പാദിച്ച ഈ സ്വത്ത്, പുത്രത്വം എന്ന ഒരേ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് എലോൺ ഓഫ് ബീയിങ് ദ സൺ ടു ദ ഫാദർ, അത് അവൻ അവകാശബോധം ഉണർത്തുകയും അതുപയോഗിച്ച് അപ്പൻ്റെ തന്നെ നന്മ ഉപയോഗിച്ച് അപ്പനെതിരെ പാപം ചെയ്യുന്നു, അപ്പനെതിരെ ക്രൈം ചെയ്യുന്നു.
ഈ അവസരത്തിൽ അവൻ പറയുന്നു, ഞാൻ നിൻ്റെ മകൻ എന്ന അവസ്ഥയിൽ ഞാൻ മരിച്ചുപോയി. ഐ ഹവ് ലോസ്റ്റ് മൈ സൺഷിപ്പ്. അതിൻ്റെ കാര്യം എന്താണ്? ഇതിനു മുൻപ് നീ എൻ്റെ അപ്പനായിരുന്നു. ആ അപ്പൻ എന്ന് പറയുന്ന ഫാദർഹുഡ്, അതിനെ ഞാൻ കൊന്നു. ഐ മേർഡേഡ് ഫാദർഹുഡ്. എൻ്റെ അവകാശബോധത്തിൻ്റെ തിരത്തള്ളലിൽ ഞാൻ പിതൃത്വം എന്ന് പറയുന്ന ആശയത്തെ കൊന്നു. ഞാൻ ദൂരദേശത്തേക്ക് പോയി. വളരെ സീരിയസ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് ഈ ഉപമ നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഇപ്രകാരം എനിക്ക് ദീർഘനാളുകൾ അറിയാൻ വയ്യായിരുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ സർഗാത്മകതയുടെ മാസ്മരിക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അഭൗമമായ മാഹാത്മ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇറ്റ്സ് എ ക്രൈം അഗൻസ്റ്റ് fatherhood in general. What Jesus represents here is a primal crime against fatherhood universally. ലോകൈകമായി അല്ലെങ്കിൽ സാർവലൗകികമായി നിലനിൽക്കുന്ന പിതൃത്വം എന്ന ആശയത്തിനെതിരെ ഉള്ള ഒരു കുറ്റം, ഒരാക്രമണം, ഒരു അനീതിയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായി നാം പിതൃത്വത്തെ കൊന്നാൽ പുത്രത്വം മരിച്ചു പോകും. അത് ന്യായമാണ്, യുക്തിയാണ്. പിന്നെ നമുക്കെന്താണ്? അവിടുത്തെ ഒരു വേലക്കാരനെ പോലെ തന്നെ സ്വീകരിച്ചാൽ മതി. കാരണം ഇനിയും നിന്നെ വീണ്ടും പിതാവായി അവകാശപ്പെട്ടുകൊണ്ട് അവകാശവാദങ്ങൾ കൊണ്ടുവരുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനാണ് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് ദയവായി എന്നെ ഒരു വേലക്കാരനായി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ മതപരമായ അവസ്ഥ എന്ന് ദയവായി മനസ്സിലാക്കുക. നാം മതത്തിൻ്റെ മേഖലയിൽ ദൈവത്തെ നമ്മുടെ പിതാവായി അറിയുന്നില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ എന്താണ്? നാം ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി അറിയുകയും അപ്രകാരം തന്നെ ദൈവത്തോട് ബന്ധം പുലർത്തുകയും ചെയ്യണം. പക്ഷെ നാം ഒരിക്കലും അത് ചെയ്യുകയില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നാം പുത്രന്മാരും പുത്രിമാരുമല്ല, നാം വേലക്കാർ മാത്രമാണ്. ആ പുത്രത്വം എങ്ങനെയോ നശിച്ചു പോയി. അതിനുവേണ്ടി ആദിമ പാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്. പക്ഷേ യേശുവിൻ്റെ പഠിപ്പീരിൽ അതൊന്നുമില്ല എന്ന് നിങ്ങൾ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. ഇത് പുരോഹിതൻ്റെ ഒരു ഒബ്സഷനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരിക്കലും ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം നാക്കുകൊണ്ടൊരു പ്രാർത്ഥന പറയുമ്പോൾ അങ്ങനെ ആരംഭിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെ ഒരിക്കലും പിതാവായി കാണുവാനും ആ ആത്മീകമായ ഒരു അടുപ്പം അനുഭവിപ്പാനും, സ്പിരിച്വൽ ഇൻറ്റിമസി നമുക്ക് സാധിക്കുകയില്ല. കാരണം അങ്ങനെയുള്ള ഒരു പരിശീലനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണം. വി ഹാവ് ടു ബി വാഷ്ഡ് ക്ലീൻ, വി ഹാവ് ടു ബി ഡീസ്കൂൾഡ്. ഇങ്ങനെ തികച്ചും ഉപയോഗശൂന്യമായ എന്ന് പറഞ്ഞാൽ പോരാ, അപകടം നഷ്ടമുണ്ടാക്കാൻ മാത്രം പര്യാപ്തമായ ഒരു പരിശീലനം. തൽഫലമായി എന്ത് സംഭവിക്കുന്നു? ജീവിതത്തിൽ ഒരിക്കലും ആത്മീയമായ പുത്രത്വം അനുഭവിപ്പാൻ നമുക്ക് അവകാശമില്ലാതെ നാം എപ്പോഴും മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ദാസീദാസന്മാരാണ്, അല്ലെങ്കിൽ ചില ആളുകളുടെ ആടും മാടുമാണ്. ഇത് വാസ്തവത്തിൽ നമ്മെ ധർമ്മരോഷം കൊണ്ട് നിറയ്ക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മളെ ഇങ്ങനെ ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്രകാരം ഒരു തിരിച്ചറിവുണ്ടാകുന്നു. കാരണം അവനെടുത്ത തീരുമാനവും അതിൽ കൂടെ സംഭവിച്ച അധപ്പതനവും അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ രക്തത്തിലും മാംസത്തിലും അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വാക്കുകളിൽ അവതരിപ്പിക്കുന്ന ആശയം അവനെ സംബന്ധിച്ചിടത്തോളം തീ പോലെ അവൻ്റെ മജ്ജയിൽ കത്തുന്ന അവസ്ഥയാണ്. അപ്രകാരമുള്ള ഒരു ക്ലാരിറ്റി നമുക്കൊരിക്കലും ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ ഈ ജ്യേഷ്ഠ സഹോദരനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നവരാണ്. നമ്മൾ ഭൃത്യന്മാരാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ
ഈ പിതൃത്വത്തിനെതിരെ വലിയ പാപം ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാം. നമ്മൾ ഒരിക്കലും പുത്രന്മാരാണെന്നും പുത്രിമാരാണെന്നും നമ്മൾ ധരിച്ചില്ല, നമ്മളെ ആരും ധരിപ്പിച്ചില്ല. നമ്മളെല്ലാ കാലത്തും വേലക്കാരായിരുന്നു. വേലക്കാർക്ക് അവകാശമില്ല, അതുകൊണ്ട് അവകാശം പറ്റി ദൂരദേശത്തേക്ക് അവർക്ക് പോകാൻ സാധ്യമല്ല. വേലക്കാർക്ക് ശമ്പളമാണ്, ശമ്പളം കിട്ടി അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്, ദൂരദേശത്തേക്കല്ല പോകുന്നത്, നമുക്കറിയാം. അപ്പോൾ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു അനുഭവമാണ്. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഏറ്റവും ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെ. ഈ പുത്രൻ, അതായത് കളഞ്ഞു പോയ മകനെന്നോ അല്ലെങ്കിൽ മൃഗനായ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഇളയ മകൻ, അവൻ യാതൊരു മറുതലിപ്പുമില്ലാതെ പിതാവിനെതിരെ ഇപ്രകാരമുള്ള കുറ്റം ചെയ്യാതെ അല്ലെങ്കിൽ പാപം ചെയ്യാതെ അവൻ്റെ ഭവനത്തിൽ തന്നെ വസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവനും അവൻ്റെ പിതാവുമായുള്ള ബന്ധത്തിന് വലിയ ജീവനില്ലായിരുന്നു, ആഴമില്ലായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മറ്റൊരു വലിയ പ്രശ്നമാണ്. ക്രിസ്ത്യൻ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മേന്മ എന്താണ്, മാറ്റെന്താണ്? നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വേലക്കാരാണ്. ഇന്ന് ഏറ്റവും ഭയത്തോടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇവിടെ മറഞ്ഞു കിടപ്പുണ്ട്. കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റം, ക്രിസ്തീയ സമൂഹത്തിൽ വന്ന മാറ്റം എനിക്കറിയാം. അപ്പോൾ ഞാൻ വളർന്നു വന്നപ്പോൾ, എൻ്റെ തലമുറ വളർന്നു വന്നപ്പോൾ ഞെരുക്കത്തിലും പ്രയാസത്തിലുമായിരുന്നു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മളെ വളരെയധികം കൺസ്യൂമറിസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഞാനതിനു വേണ്ടി ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. അതിൻ്റെ ഫലമായി എന്തുണ്ടായി? അങ്ങനെ നമ്മളെ വലിയ താലോലിച്ച് തലയെ കയറ്റി വെച്ച് പോറ്റി വളർത്താഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനോടും അമ്മയോടും ബഹുമാനമുണ്ടായിരുന്നു. അവരെ അനുസരിക്കുന്നത് ഒരു വലിയ അപമാനമല്ല, അത് ന്യായമായ കാര്യമാണ്. നമുക്ക് ബോധമുണ്ടായിരുന്നു. അവരെപ്പറ്റി നമുക്കുള്ളിൽ ബഹുമാനമുണ്ടായിരുന്നു. അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മുറിവേൽപ്പിക്കുമ്പോൾ നാം അവരെക്കാൾ മുറിവേൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കാരണം എന്താണ്? സമ്പത്ത് വർദ്ധിച്ചപ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സുഖലോലുപതയിൽ വളർത്തുന്നു. അതിൻ്റെ ഫലമായി അവരും നമ്മളുമായുള്ള ബന്ധത്തിന് ആഴമില്ലാതെ പോകുന്നു. ബന്ധങ്ങൾക്ക് ആഴമുണ്ടാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? നാം ഒരുമിച്ച് ജീവിതത്തിൽ ക്ലേശം സഹിക്കുമ്പോഴാണ്. Relationships become deep when we struggle together, not when we enjoy together. ഇത് നിത്യമായ സത്യമാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസവും ക്ലേശവും ഒക്കെ വരേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അപകടമായി തീരുകയാണ്. കാരണം ഈ അനുഗ്രഹത്തെ നാം ജീവിതത്തിൻ്റെ ഉപരിപ്ലവതയിലേക്കുള്ള വഴിയായി നമുക്ക് ബോധമില്ലാത്തത് കൊണ്ട് നാം ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മധ്യത്തിൽ ദൈവത്തെ ഓർക്കുകയും വിനീതമായി നമ്മെ തന്നെ താഴ്ത്തി ദൈവാശ്രയത്തിൽ, ദൈവബോധത്തിൽ നാമും നമ്മുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ വളരണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഗ്യവതത്തിൽ പറയുന്ന സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അതാണ് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും സൗമ്യത വേണം. ഈ സൗമ്യത എന്നത് അതും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. സൗമ്യത ഉണ്ടാകണമെങ്കിൽ വ്യക്തിത്വത്തിൽ ആഴം വേണം. ഉപരിപ്ലവമായ വ്യക്തിത്വത്തിൽ ഒരിക്കലും സൗമ്യത ഉണ്ടാകുകയില്ല. അല്പൻ അർദ്ധരാത്രിയിൽ അല്പം സ്വത്ത് വന്നാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് മലയാളത്തിലൊരു പറച്ചിലില്ലേ? അതുതന്നെയാണ്, മറ്റൊന്നുമല്ല. ആഴമില്ലാത്ത അവസ്ഥയിൽ എന്തനുഗ്രഹം പ്രാപിച്ചാലും അത് ആയിത്തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ ഇപ്പോഴുള്ള അപകടകരമേറിയ ദുഃഖജനകമായ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം പല ആളുകളും വെളിയിൽ പോയി പൈസ ഉണ്ടാക്കി, എന്നാൽ അതനുസരിച്ച് അവരുടെ വ്യക്തിത്വം വളർന്നില്ല. അവർ ഉപരിപ്ലവതയുടെ സംസ്കാരവും വ്യക്തിത്വവും പ്രാപിച്ചു.
അപ്പോൾ ലക്കും ലഗാനവും ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങി. മനുഷ്യബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെയായി, ദൈവഭയമില്ലാതെയായി. അങ്ങനെ സമ്പത്ത് നേടി മനുഷ്യത്വം നഷ്ടപ്പെടുത്തി. ഇത് നമ്മുടെ അവസ്ഥയാണ്. ഇതൊക്കെ ഇതിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ മകൻ അവൻ്റെ അപ്പനെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്, ഇതൊരു വലിയ വിരോധാഭാസമാണ്. ഈ വിരോധാഭാസമാണ് ഈ ഉപമയുടെ ഹൃദയഭാഗം. അതുകൊണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കണം. ഈ മകൻ, ഇളയ മകൻ, അവൻ്റെ അപ്പനെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്, രുചിച്ചറിയുന്നത് അപ്പൻ്റെ കൂടെ ഭവനത്തിൽ നല്ല മിടുക്ക് ചമഞ്ഞ് വസിച്ച നാളുകളിലല്ല, ഇപ്പോഴാണ്. നഷ്ടത്തിൻ്റെയും അധപ്പതനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സ്വയം നിന്നയുടെയും തീച്ചൂടിൽ വെന്തെരിയുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അപ്പനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണ്? അവന് അപ്പനുണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിച്ചത് അപ്പനെതിരെ മറുതലിച്ചതിന് ശേഷമാണ്. അപ്പനെ കൊന്നതിന് ശേഷമാണ്, താത്വികമായി, അല്ലാതെ അക്ഷരികമായല്ല, പ്രതീകാത്മകമായി. അപ്പനെ കൊന്നതിന് ശേഷമാണ് അപ്പൻ നല്ലവനായിരുന്നു, അപ്പന് വിലയുണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അതും നമ്മുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് മാതാപിതാക്കന്മാരുള്ളപ്പോൾ, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ മുതലക്കണ്ണീര് പൊഴിക്കുക, അത് ഒരു സാമൂഹ്യമായൊരു കടമയായതുകൊണ്ട് നിർവഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയമായ നമ്മുടെ സമ്പത്തിൻ്റെയും അല്ലെങ്കിൽ അവസ്ഥയുടെയും പരിതാപകരമായ നിന്ദനീയമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകണം. നമുക്ക് തുറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം. ആളുകൾ അല്പം ബോധം പ്രാപിക്കട്ടെ. അതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യമെന്ന് പലതവണ ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് ആവർത്തന വിരസത ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ ഇതാ ആദ്യമായി ഒരു ആഴമുണ്ടാകുന്നു. ആ ആഴമുണ്ടാകുമ്പോൾ അവൻ വിനയം എന്ന് പറയുന്ന ആത്മീയമായ സൗന്ദര്യം പ്രാപിക്കുന്നു. ഇനി മുതൽ നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. എനിക്ക് പുത്രത്വത്തിൻ്റെ സൗന്ദര്യം ഇല്ല എന്നവൻ പറയുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ പുത്രത്വത്തിൻ്റെ സൗന്ദര്യം പ്രാപിക്കുന്നത്. ഇതാണ് നിൻ്റെ വിരോധാഭാസം. The tremendous contradiction which is the heart of this wonderful parable is that is precisely at the point when he recognizes that he is not worthy for sonship, that he becomes truly a son to the Father. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ നീതിയും ആർദ്രകരുണയുമാണ്. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ന്യായമായും അവൻ തിരിച്ചു പോകണം. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനോട് ചെന്ന് പറയും, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, വിനിമയനാൽ നിൻ്റെ മകനെന്ന പേരിന്, അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ യോഗ്യനല്ല, നിൻ്റെ വേലക്കാരെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അപ്പന് മനസ്സിലാകും, ഇതാ യഥാർത്ഥത്തിൽ ഒരു പുത്രൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ബോൺ അഗൈൻ, ട്രൂലി ബോൺ അഗൈൻ സൺ. ഇതാണ് ബോൺ അഗൈൻ എന്ന് പറഞ്ഞ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യേശു നിക്കോദെമോസിനോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സന്ദർഭം വളരെ സഹായിക്കുന്നതാണ്. ഇതാണ് ബോൺ അഗൈൻ. ഇതാ ഒരു ഇതാ അവൻ്റെ മകൻ, കാണാതെ പോയ മകൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അവനിതാ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സൂചകമായി പിതാവ് അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നതിൻ്റെ ബാഹ്യസൂചനകളായി അവനെ മേലങ്കി കൊണ്ട് മൂടുന്നു, അവൻ്റെ വിരലിന് പുതിയ മോതിരം കൊണ്ടുവരുന്നു, അവൻ്റെ പാദത്തിന് പാദരക്ഷ കൊടുക്കുന്നു. ഇതെല്ലാം പുത്രത്വത്തിൻ്റെ റെസ്റ്റോറേഷൻ, ആ പുത്രത്വം
വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ബാഹ്യമായ ചിഹ്നങ്ങളാണ്. ദീസ് ആർ ദി എക്സ്റ്റേണൽ സിംബിൾസ് ഓഫ് എ ന്യൂ റിയാലിറ്റി ദാറ്റ് the lost sonship has been fully restored with unprecedented glory. ഈ ഒരു ഉപമയേക്കാൾ ആത്മീകമായ പ്രസരിപ്പ് റേഡിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഉപമയില്ല. യേശു പറഞ്ഞ ഉപമകളിൽ ഏറ്റവും മഹനീയമായ ഉപമ ഏതാണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനിതാണെന്ന് പറയും. പക്ഷെ അത് വേണ്ടതുപോലെ നാം മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്നൊരു മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരറിവാണ്. അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഗാധതയിൽ നിന്ന് ആദ്യമായി അപ്പ എന്നവന് വിളിക്കാൻ കഴിഞ്ഞു. അവൻ മറുതലിപ്പിന് മുൻപ് അവൻ്റെ ഭവനത്തിൽ വസിച്ചപ്പോൾ അവൻ്റെ അപ്പൻ വെറും ഒരു ആക്സസറി മാത്രമായിരുന്നു. അവന് 3 നേരം ആഹാരവും സുഖമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സുനിശ്ചിതപ്പെടുത്തുവാൻ കടമപ്പെട്ട ഒരു വയസ്സൻ അവിടെ ഇരിക്കുന്നു. ഇപ്പോഴതല്ല. അവൻ്റെ ആത്മാവിൻ്റെ, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ, അവൻ്റെ പുത്രത്വത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഒരു എന്താണ് പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയുടെ സംഗീതമായി, ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സംഗീതമായി ഒരു വാക്കുയരുകയാണ്, അപ്പാ. അതിന് സമാനമായൊരു വിളിയില്ല. അതിൻ്റെ മനോഹാരിത അത് യേശുവിൻ്റെ വിഭാവനയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതിന് സമാനമായ ലോക സാഹിത്യത്തിൽ മറ്റൊരു ഉപമയില്ലെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇതിന് സമാനമായി വെക്കാൻ, ഇതിനെ പകരം വെക്കാൻ വേറൊരു കാര്യം ലോക സാഹിത്യത്തിലില്ല. അത്രമാത്രം മഹനീയവും വെല്ലുവിളികളാർന്നതും ആശയസമ്പുഷ്ടവുമാണ് ഈ ഉപമ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അവസ്ഥയിൽ നിന്ന്, നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കേവർക്കും അവകാശമുണ്ട്. നാം ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ സത്യമായി പറഞ്ഞാൽ ഈ ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ച് പന്നിക്കൂട്ടത്തിൽ നിന്ന് വളവര തിന്നുന്ന ആ യുവാവിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്. നാം വീണ്ടും ജനിക്കണം. നമ്മുടെ അവസ്ഥയെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. പക്ഷേ അപ്രകാരമുള്ള ബോധം നമ്മളിൽ ഉദിക്കാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ മതം ഒരു മിമിക്രിയാണെന്നും മതം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണെന്നും ഇത് യഥാർത്ഥത്തിൽ ദൈവബോധം അതിൻ്റെ പൂർണ്ണ തോതിൽ, പൂർണ്ണ വെളിച്ചത്തിൽ നമ്മളിൽ ഉദിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം നമ്മെ വേറിട്ട് നിർത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന സത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാകും. ആ അനുഭവം മനസ്സിലാകണമെങ്കിൽ ബോധമുദിക്കണം. ആ ബോധമുദിക്കുവാൻ ഈ മുടിയനായ പുത്രൻ്റെ ഉപമ ധ്യാനിക്കുന്നത് വളരെ സഹായം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും സമയം അതിക്രമിച്ചതുകൊണ്ടും കൂടുതലായ ആശയങ്ങൾ ഇനിയും ഞാനിതിൽ കുത്തിച്ചെലുത്തിയാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പക്ഷേ ഈ ഉപമ ഞാൻ നിങ്ങളെ അറിയിച്ചതിനേക്കാൾ അധികം ആശയസമ്പുഷ്ടമാണ്. ആത്മീകമായ പരിജ്ഞാനം കൊണ്ട് ഇത് നിറഞ്ഞിരിക്കുന്നു, പ്രശോഭിതമാണ്. അതുകൊണ്ട് നിരന്തരമായി ഇത് വായിച്ചും ധ്യാനിച്ചും ഇതിൻ്റെ പൊരുളുകൾ അന്വേഷിച്ചും നിങ്ങൾ ഇതുമായി ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന കർത്തൃനാമത്തിൽ അപേക്ഷിച്ചും കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ആത്മാവിൻ്റെ പരിജ്ഞാനത്തിൽ നീതിയുടെ വഴി നടക്കുവാൻ സഹായിക്കട്ടെ.